കൊല്ലത്ത് അയൽവാസികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു. കേരളപുരം സ്വദേശി സജിത്താണ് കൊല്ലപ്പെട്ടത്. നെടുമ്പന ഇടപ്പനയത്താണ് സംഭവം. എസ് വിനീഷ് വിവരങ്ങളുമായി ചേർന്നു. വിനീഷ്, വിശദാംശങ്ങൾ. ദാരുണമായ ഒരു സംഭവമാണ് കൊല്ലത്ത് നിന്നും പുറത്തു വരുന്നത്. ഈ അയൽവാസികൾ തമ്മിലുണ്ടായ അതിർത്തി തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയുന്നത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. കുണ്ട്ര കല്ലുപാറ സ്വദേശിയായ സജിയാണ് മരിച്ചത്. സജിക്ക് 25 വയസ്സാണ്. സഹോദരൻ സുജിത്ത്, ബന്ധു അശ്വിൻ കൂടാതെ 2 പേർക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ സുജിത്തിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് സുജിത്ത് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. ഇത് ഭവ്യ സംഭവം ഇങ്ങനെയാണ്. ഇടപ്പനയം സ്വദേശികളായ ഷൈജു, പവിത്രൻ അയൽവാസികളാണ്. ഇവർ തമ്മിൽ ഒരു സംഘർഷത്തിൽ ഏർപ്പെടുന്നു. തുടർന്നാണ് ഈ വിവരം അറിഞ്ഞ് പവിത്രന്റെ ബന്ധുവായ സുജിത്തും പിന്നെ സജിത്തും അവരോടൊപ്പം മറ്റൊരാളും കൂടി 3 കൂടി ഈ സ്ഥലത്തെത്തുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. ഇരുവരും തമ്മിൽ വാക്കേറ്റത്തിൽ ഈ 3 ഇടപെടുന്നു. അങ്ങനെ സംഘർഷത്തിൽ ഏർപ്പെടുന്നു. കൂട്ടയടിയായി എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ സംഘർഷത്തിനിടയിലാണ് സജിക്ക് കുത്തേൽക്കുന്നത്. ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സജിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ഈ സജിത്തിനും കുത്തേറ്റിട്ടുണ്ട്. അങ്ങനെ ഈ 3 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ സജിത്തിന്റെ നില ഗുരുതരമെന്ന് നേരത്തെ സൂചിപ്പിച്ചു. താലൂക്ക് ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂർ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള അതീവ ദുഃഖകരമായ ഒരു വാർത്ത ഇതോടൊപ്പം തന്നെ പങ്കുവെക്കുന്നു. ഭവ്യ. ശരി. നായർ ഈഴവ ഐക്യത്തിന് വീണ്ടും സാധ്യത തുറന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. NSSുമായി ഇനി കൊമ്പ് കോർക്കാനില്ല. ഇരു സംഘടനകളെയും തമ്മിലടിപ്പിച്ചതിന് പിന്നിൽ മുസ്ലിം ലീഗാണ്. നായർ ഈഴവ ഐക്യം മാത്രമല്ല, നായാടി മുതൽ നസ്രാണി വരെ ആശ്രയമാണ് SNDP യോഗം മുന്നോട്ട് വയ്ക്കുന്നത്. ഉടൻ ചേരുന്ന SNDP നേതൃയോഗം NSSുമായുള്ള സഹകരണ സാധ്യതകൾ ചർച്ച ചെയ്യും. ക്ഷണിച്ചാൽ പെരുന്നയിലേക്ക് എത്തുമെന്നും വെള്ളാപ്പള്ളി. NSSുമായിട്ട് ഞങ്ങളെ തമ്മിൽ തെളിച്ച ആരാണ്? അന്നെല്ലാം സമരം ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ ഈ ഇവിടെ ഹൈക്കോടതി ഒന്നും ഞാൻ സമരം ചെയ്തില്ല. സംവരണം കാര്യം പറഞ്ഞോണ്ട് ഇതിന്റെ പിന്നിൽ ആരായിരുന്നു കൂടുന്നതല്ല? ഇവിടെ വെച്ചല്ല ഞാൻ കൂടുന്നത്. അവരും ഓഫീസിലെത്തി കൂടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം മുമ്പിൽ നിർത്തിക്കൊണ്ട് സംവരണം കാര്യം പറഞ്ഞുകൊണ്ട് എന്നും NSS നേതൃത്വമായിട്ട് വഴക്ക്. അവർ പുറകെ നിൽക്കുക, എന്നെ കൊണ്ട് പുറകെ പണി കാണിക്കുക. എന്നിട്ട് ഭരണത്തിൽ വന്നല്ലോ, എന്നിട്ട് എന്ത് ചെയ്തു? കാരണം LDF ഭരണം മാത്രം മാറി UDF ഭരണം വന്നാൽ നമുക്കെല്ലാം കണലില്ലാത്തല്ല പൊന്നാക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്ത് കിട്ടി, എന്ത് തന്നു? ഏതായാലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ചതികളുണ്ട്. ഇനി ഏതായാലും NSS നേതൃത്വമായിട്ട് SNDP യോഗം ഒരു കാരണവശാലും കൊമ്പ് കോർക്കാൻ തയ്യാറല്ല. അങ്ങനെ പോകേണ്ടതില്ല എന്നൊരു ധാരണയാണ് ഞാൻ കൊണ്ടത്. കാരണം അവരുമായിട്ട് എന്തിന് ഞങ്ങൾ അനാവശ്യമായിട്ട് കൊമ്പ് കോർക്കണം? കൊമ്പ് കോർത്തിട്ട് എന്താ അനുഭവം ഉണ്ടായി? നമുക്ക് വല്ലതും കിട്ടിയോ? കിട്ടാണ്ട് മേടിച്ചു തന്നോ? പിന്നെ അനാവശ്യമായി ഈ പ്രത്യേകിച്ച് ആദിവാസി തൊട്ട് നമ്പൂതിരി വരെയൊന്നും, അതിനുശേഷം ആദിവാസി തൊട്ട് നായാടി തൊട്ട് നസ്രാണി വരെ യോജിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്ന SNDP യോഗത്തിന് ഇനി NSSുമായിട്ട് സമരസപ്പെടുത്തി പോവുക എന്നുള്ളതല്ലാതെ അവരുമായിട്ട് ഒരു പിണങ്ങിപ്പോവുക എന്നൊരു നയം ഇനി ഞങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും SNDP യോഗം ഇനി NSS നേതൃത്വമായിട്ട് ഒരു സമരസപ്പെടുത്തി പോകണം. അവരുമായിട്ട് ഒരു പിണക്കത്തിൽ പോകുന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമല്ല. യോജിച്ചു പോകുന്നതാണ് അനിവാര്യമെന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.